വെൽക്കം ടു ക്രിപ്റ്റോ സാൻഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലാകെ മഴയാണ്, കോവിഡാണ്. എല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങാണ്ട് മാക്സിമം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ട്രേഡ് ചെയ്യുക, ഏൺ ചെയ്യുക. ആ ഏൺ ചെയ്തത് എന്ത് ചെയ്യുക, കുറച്ച് കോവിഡ് റിലീഫിനും പാവങ്ങൾക്കൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, നന്മ ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ഒന്ന് തിരിച്ചു വരുന്ന പാതയിലാണ്. ഗ്രീനിഷ് കാണിക്കുന്നുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട് ഓരോന്ന്. ഇന്നലെ ടെസ്ലാൻ്റെ ബിറ്റ് കോയിൻ്റെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആ ഒരു ന്യൂസ് ഒട്ടാകെ ഒന്ന് ഫിയർ ഇൻഡെക്സ് കൂട്ടിയിരുന്നു. ബട്ട് ഇപ്പോൾ ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ടെസ്ലേൻ്റെ സ്റ്റോക്ക് സെല് ചെയ്തിട്ട് ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ടെസ്ലേൻ്റെ സ്റ്റോക്ക് സെല് ചെയ്യുക, ബൈ ബിറ്റ് കോയിൻ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ബിറ്റ് കോയിനിൽ വരുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. നല്ലതാണ്, കാരണം ഒരാൾ വിചാരിച്ച് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെതിരെയുള്ള ഒരു ശക്തമായ താക്കീതാണ് ഇന്നലെ നൽകിയത്. ആ ഒരു ഗുഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോച്ച്, കാർഡാനോ, മെറ്റിക് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വിഷയത്തിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ആദ്യം തന്നെ കാർഡാനിലേക്ക് വരാം. കാർഡാനോ വീണ്ടും $2 അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റോറിയിൽ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞ പോലെ ഒരു റെസിസ്റ്റൻസ് 2.0 അടുത്ത 2.25 ആണ്, അല്ലെങ്കിൽ വീണ്ടും വരുന്നുണ്ട്. മാത്രമല്ല കാർഡാനോൻ്റെ കേസ് സ്റ്റിൽ ബുള്ളിഷാണ്. കാർഡാനോയിൽ ഒരു ബിയറിഷ് ഒരു ന്യൂട്രൽ വാല്യൂ വരണമെങ്കിൽ 1.38 സംതിങ് അല്ലെങ്കിൽ 4 വരണം. ഒരു നല്ല ഡൗൺ വന്നാൽ മാത്രമേ ന്യൂട്രലായി അതായത് ഇനി ഒരു ബുള്ളിഷ് ഇല്ല എന്ന് തോന്നും. ബട്ട് സ്റ്റിൽ ഗുഡാണ്. അതുകൊണ്ട് കാർഡാനോ ഞാൻ പറഞ്ഞ ഇക്കോസിസ്റ്റം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, വരുന്നുണ്ട്. നമ്മളെ ഹോപ്പാണ്. ലേറ്റ് ബയേഴ്സ് ഒരുപാട് പേര് ഇങ്ങനെ ലേറ്റായിട്ട് ബൈ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിട്ടും ബൈ ചെയ്യാണ്ട് 161 ബൈ ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കും. ബൈ ചെയ്യുക, കുറച്ച് ഹോൾഡ് ചെയ്യണം. ഓക്കെ, 2 റെസിസ്റ്റൻസ് സപ്പോർട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി. പിന്നെ ഡോച്ച് കോയിനാണ്. ഡോച്ച് കോയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് സമാധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോച്ച് കോയിന് ഞാൻ സെല്ല് ചെയ്യാൻ പറഞ്ഞ സമയത്തൊക്കെ അന്ന് കുറേ ആൾക്കാർ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളൊരു SNL ഏറ്റവും അറിയാലോ, നമ്മളെ ഈ യൂട്യൂബ് ചാനൽ തന്നെ ക്ലിക്കാൻ തന്നെ കുറച്ച് റീച്ച് കിട്ടാൻ തന്നെ കാരണം നമ്മൾ SNLൻ്റെ തൊട്ട് ഒരു 4-ാം തീയതി 5-ാം തീയതിയിലേക്കാണ് റേറ്റ് കൂടുതൽ. SLൻ്റെ സമയത്ത് റേറ്റ് കുറയുന്നുള്ള പ്രഡിക്ഷനാണ് നമ്മളെ മാക്സിമം റീച്ചിലേക്ക് എത്തിയത്. അപ്പോൾ എന്താ ചെയ്യുന്ന ഒരു അന്നേരം സെല്ല് ചെയ്യാത്ത കുറേ ആൾക്കാരും 29-31 ഡോച്ച് എത്തുമ്പോൾ ഒരുപാട് പേര് സെല്ല് ചെയ്യണം. അന്നേരം ഹോൾഡ് എന്ന് പറയുമ്പോൾ അവർ 58-56 വാങ്ങിയിട്ട് 31 സെല്ല് ചെയ്യുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അവരോടൊക്കെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ 1-2 പേരുടെ മെസ്സേജ്, സാൻഡ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത്, സീനൊന്നും ഉണ്ടാവില്ലല്ലോ, മെം കോയിൻസിനൊക്കെ സീനായിട്ടുണ്ടല്ലോ, നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടേ സാർ. അങ്ങനെ ഒരു പ്രഷറൈസ് ചെയ്തുള്ള മെസ്സേജുകളാണ് ഒരുപാട് പേര്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പറയുമ്പോൾ ആ ഫുൾ ഉത്തരവാദിത്വം നമ്മളെ തലമേലിട്ട്. എന്നാൽ ഈ ഡോച്ച് കോയിൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്തായാലും അത് കയറുമോ, ഒത്തിരി ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും ഇലോൺ മസ്കിൻ്റെ ഒരു ട്വീറ്റിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അന്നേരം നമ്മളിങ്ങനെ ഒരിക്കലും അവർക്ക് നഷ്ടം വരുന്ന ഹോൾഡ് എന്ന് പറയുമ്പോൾ 1-2 യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളാ റിസ്ക് ഞാനൊരു നിങ്ങൾക്കൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളോട് ഒരിക്കലും നിങ്ങൾ എന്തിന് ഡെപ്പോസിറ്റ് ചെയ്യണം അതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. 1-2 പേര് അങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ സാൻഡ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിലുള്ളത് വളരെ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. 31 സെല്ല് ചെയ്യാൻ ഒരുപാട് പേര് നിന്നിന്, അവരൊക്കെ പിടിച്ചു നിർത്തി. അതിനിപ്പോൾ 40 വീണ്ടും ആ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് വരുന്നുണ്ട്, ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോച്ച് കോയിൻ്റെ കേസ് ഇന്നൊരു അധികം ആൾ മെസ്സേജ് അയക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു 68-62 സെല്ല് ചെയ്താൽ പോരെ. ആ ഒരു ചിന്ത മാറ്റണം. 31 സെല്ല് ചെയ്യാൻ നിൽക്കുക, റേറ്റ് കൂടുമ്പോൾ തീരെ സെല്ല് ചെയ്യാൻ നിൽക്കുക. ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങൾ മാറ്റാത്തിടത്തോളം കാലം ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങളോട് പ്രത്യേകം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പച്ച കത്തുമ്പോൾ കൂടുമ്പോൾ ഗ്രീഡി ആവുന്നത്, കുറയുമ്പോൾ ഫിയർഫുള്ള് മാറ്റും. ഞാൻ ഇന്നലെ പറഞ്ഞ പരിപാടി, മറ്റുള്ളവർ ഫിയർഫുള്ളാകുമ്പോൾ നിങ്ങൾ ഗ്രീഡി ആവും, എല്ലാവരും ഗ്രീഡി ആകുമ്പോൾ നമ്മൾ ഫിയർഫുള്ളാകും. ആ ഒരു രീതി എന്തായാലും തുടരണം. കാർഡാനോ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്കൊരു ഇലോൺ മസ്ക് ഇപ്പോൾ ഈയിടെ തൊട്ടടുത്തൊരു ഡോച്ച് കോയിൻ ക്രിയേറ്റർ പറയുന്നത് 2019 തൊട്ടേ ഇലോൺ മസ്ക് ഡോച്ച് കോയിൻ്റെ പിറകിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തൊക്കെയോ ഉണ്ട് ഡോച്ച് കോയിൻ്റെ പിറകിൽ. അത് നമ്മൾ പ്രോഫിറ്റാക്കി മാറ്റുക. അല്ലാണ്ട് നമുക്കൊരു പ്രത്യേക ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ഒന്നും വേണ്ട. ഡോച്ച് സെല്ല് ചെയ്യരുത് അയ്യോ എന്നില്ലല്ലോ, നമുക്ക് പ്രോഫിറ്റാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു കോയിനോട് നമുക്ക് പ്രത്യേകം മമത ഒന്നും വേണ്ട.
നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രം പ്രോഫിറ്റ് ആക്കുക. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യുക, ബാക്കി എല്ലാവർക്കും സഹായം എന്തോ നൽകിയിട്ട് നിങ്ങൾ ഓരോ ആരോടെങ്കിലും ഒരു നന്മയോളി ആയിക്കോ. അല്ലാണ്ട് ഒരു പ്രത്യേക കോയിനോട് നിങ്ങൾക്ക് പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ADA, കാർഡാനോ, മറ്റേ ഡോച്ച് കോയിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിൽ മെറ്റിക്കിനെ പറയുന്നത് ഈ എത്തീരിയം ക്ലാസിക് കുറേ ആൾക്കാർ ഇത്തീരിയം ക്ലാസിക് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഇത്തീരിയം ക്ലാസിക് ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യാത്ത കോയിൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇത്തീരിയമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. അതാണ് മെയിൻ. ഇപ്പോൾ ഏത് നിങ്ങൾ അനലിറ്റിക്സിൻ്റെ മറ്റേ essay ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തീരിയം ക്ലാസിക്കിന് റേറ്റ് കൂടുന്നത് തന്നെ ഇത്തീരിയമാണ് തെറ്റിദ്ധരിച്ചിട്ട്. അപ്പോൾ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് ഡള്ളാകുമ്പോൾ പുതിയ ഒരുപാട് പേര് നമ്മൾ ക്രിപ്റ്റോ കറൻസിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്തീരിയം കുറഞ്ഞിട്ടുണ്ടാവും നോക്കുമ്പോൾ ഒരു ഇത്തീരിയം 3 ലക്ഷം സംതിങ്, ഒരു ഇത്തീരിയം 8000 രൂപ, ഇതാണ് ലാഭം, ഇത് വാങ്ങിയേക്കാം. അങ്ങനെ കുറേ ഫാൾസ് കോൺസെപ്റ്റുമായിട്ട് വരുന്നവർ ഇത് വാങ്ങുന്നു. അവർക്ക് പോയി മനസ്സിലാവും ഇത് ഓക്കെ, ഇതല്ലല്ല ശരിക്കും. അങ്ങനെ ഒരുപാട് പേര് വിറ്റുപോകും. എന്നിട്ട് ഇത്തീരത്തിനൊരു ഡൗണിൽ നിന്ന് ഓണിലേക്ക് ഹൈപ്പ് വരുമ്പോൾ, ഇത്തീരത്തിന് എന്തെങ്കിലും ഗുഡ് ന്യൂസ് വരുമ്പോൾ ഇത്തീരിയം ക്ലാസിക്കും നല്ല പൊന്തും. എന്നാൽ പക്ഷെ നമുക്ക് എവിടെ നിന്നാലും പ്രോഫിറ്റ് കിട്ടിയാൽ മതി. നമ്മൾ ഇത്തീരിയം ക്ലാസിക്കാണ്, ഇത്തീരത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് കൂടുതൽ. ഇത്തീരിയം ക്ലാസിക്കിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എൻ്റെ ഇത്തീരിയം ക്ലാസിക്കിനെ സപ്പോർട്ട് ചെയ്യുക, അല്ല ബൈ ചെയ്യാമെന്ന്. അപ്പോൾ ഇത്തീരിയം ക്ലാസിക്കിൻ്റെ കാര്യത്തിൽ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരെ കെയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഡേറ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ മാക്സിമം ഓരോ കോയിൻസിൻ്റെയും സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്റ്റഡി ചെയ്തിടാൻ തന്നെ കാരണം എനിക്ക് ഒരു സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഇത്തീരിയം ക്ലാസിക്കിൽ ബൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ നോക്കി ഇത്തീരിയം ക്ലാസിക്ക് കൂടുന്നു 6000 7000 എന്നാൽ മൂപ്പർ വിചാരിച്ചു ഇത് ബൈ ചെയ്യേണ്ട സമയമാണ്. ബൈ ചെയ്തു, 8500 സെല്ല് ചെയ്തു. 8500 സെല്ല് ചെയ്തപ്പോൾ വീണ്ടും കൂടുന്നു 10500 എന്നാൽ വേഗം ഒരു 11,000 ബൈ ചെയ്തു. എന്നിട്ട് ഒരു 12,500 സെല്ല് ചെയ്തു. ഓക്കെ ആയ അന്ന് ഇത്തീരിയം ക്ലാസിക്ക് 14,000 വരെ പോയിട്ടുണ്ട്. ഒരു 13 സംതിങ് ആകുമ്പോൾ മൂപ്പർ വിചാരിച്ചു ഇതങ്ങ്, കാരണം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ഇതിൻ്റെ സപ്പോർട്ട് എത്ര റെസിസ്റ്റൻസ് എത്ര ഒന്നും അന്വേഷിച്ചിട്ടില്ല. നേരെ ബൈ ചെയ്ത് 14 ഒറ്റ കുറയില്ല 6 8 അതിൻ്റെ സപ്പോർട്ടിലേക്ക് വരും. കാരണം ആ ഒരു റീച്ചാണ്, അത് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ നമ്മൾ ഓരോന്നിലും റെസിസ്റ്റൻസ് അന്വേഷിക്കുക. അത് ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കറക്റ്റ് ഓരോ കോയിൻസും നിങ്ങൾ മാക്സിമം ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാക്സിമം ഫ്രീ ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അറിയില്ല, എന്നാലും മാക്സിമം ശ്രമിക്കാം. എന്നാൽ ഇന്നലെ ഇത്തീരിയം ക്ലാസിക്കിന് ഒരു കൂടുതൽ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 110 ആണ്. $110 നിങ്ങൾ നോക്ക്. അപ്പോൾ കറക്റ്റ് 110 ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഇപ്പോൾ 95 എന്നായിട്ടാണ് തോന്നുന്നത്. 110 ആകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടിട്ട് തിരിച്ചൊരു 104 വന്നു. എന്നാൽ ശരിക്കും ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? കാരണം ഒരു 95 എന്നൊക്കെ കൂടുമ്പോൾ ഒരു 110 ഇടണമെങ്കിൽ 109 വെച്ചാൽ അവിടുന്ന് സെല്ല് ചെയ്ത് പോയി 104 വാങ്ങാം. അന്നേരം $6 പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ? ക്യാഷ് അല്ലേ, എല്ലാം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുത്താൽ പോരെ. ആ ഒരു രീതിയിൽ വേണം. ഇനിയിപ്പോൾ 110 ഇന്നിപ്പോൾ ബ്രേക്ക് കാണിക്കുന്നുണ്ട് ഒരു 113. അന്നേരം അടുത്തത് നമ്മളൊരു റെസിസ്റ്റൻസ് നോക്കാം. അടുത്ത നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു 117 റേഞ്ച്. അന്നേരം അത് വരാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യേണ്ട, സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അപ്ഡേഷൻ തരുന്നുണ്ട് കറക്റ്റ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഫുൾ അപ്ഡേഷൻ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ശ്രമിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്താ ക്യാഷ് കുറയുമ്പോൾ ടെൻഷനില്ല. ഇന്നലെ ഒരാൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു, ADA ഒരു 159 വാങ്ങി, കുറയുന്ന കണ്ടപ്പോൾ വിറ്റു ഒരു 152 വിറ്റു. അത് എത്രയോ ക്യാഷിന്. ADA 151 വിൽക്കേണ്ട ആവശ്യമുണ്ടോ? 149 50 അത് സപ്പോർട്ട് കീപ്പ് ചെയ്യുന്നില്ലേ? ഈ ഒരു ഇഷ്യൂ നിങ്ങൾ എൻ്റെ ടീം ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം, മെസ്സേജസ് വാട്സപ്പിൽ ഒരുപാട് കൂടുതലാണ്, വളരെ അധികമാണ്. എന്നാലും നിങ്ങൾ ഈ വോയിസ്, കുറേ ആൾക്കാർ വോയിസ് വൻ സീനാണ്. അതായത് ശരിക്കും നിങ്ങൾ സ്നേഹം കൊണ്ടാന്ന് പറയുന്നത്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ ഒറ്റ എടുത്തത്, പക്ഷേ എനിക്ക് 100 200 300 ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്. ഇവരൊക്കെ വോയിസ് ഒരു 3 മിനിറ്റൊക്കെയാണ്. സാൻഡ അത് പിന്നെ ഞാനിങ്ങനെ അങ്ങനെ ഒരു 30 സെക്കൻഡ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെയിൻ പോയിന്റ്സ് പറയണമെങ്കിൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ കഴിയണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ടൈപ്പ് ചെയ്തയക്കുക. പിന്നെ 1-2 കഴിഞ്ഞിട്ട് നിങ്ങൾ വേണം വോയിസ് അയച്ചോ. ഫസ്റ്റ് എന്താ സംഭവം തിരിയണ്ടേ? ഈ വോയിസ് 2.5 മിനിറ്റ് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ അയക്കുന്നുണ്ട്. നിങ്ങളോട് തിരിച്ച് റിപ്ലൈ തരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മാക്സിമം മെസ്സേജ് അയക്കുക, മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇനി മനസ്സിലാക്കണം. ഇനി നമുക്ക് മെറ്റിക്കിലേക്ക് പോയാൽ തന്നെ എന്തുകൊണ്ട് മെറ്റിക്ക് ഇൻക്രീസ് ആകും? നമ്മളൊരു കോയിൻ ഇൻക്രീസ് ആകുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ഇൻക്രീസ് ആകും.
ഇൻക്രീസ് ആവുന്ന മീൻസ് നമ്മുടെ ഇത്തീരിയം ബ്ലോക്ക് ചെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഫീ ആണ്. പക്ഷെ മെത്തിക്കിൻ്റെ ബ്ലോക്ക് ചെയിൻ വഴി ഇത്തീരത്തിലേക്ക് എത്തിക്കാം. അതായത് അത് വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ട്രേഡിങ് മെത്തിക്കിൻ്റെ ആ ഒരു ഡെഫി സിസ്റ്റത്തിലൂടെ ഗ്യാസ് ഫീ കുറച്ചിട്ട് ഇത്തീരത്തിൻ്റെ ആ സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. ആ ഒരു രീതി ലെയർ 2 സൊല്യൂഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ മെത്തിക്കിന് വാങ്ങിയിട്ട് അതിലൂടെ ഇത്തീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് മെത്തിക്കിനൊരു ബുള്ളിഷ് കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ $1.38. പിന്നെ കുറേ ആൾക്കാർ ഡോളറിനെ കൊണ്ട് ഇന്ത്യൻ റുപ്പി പറഞ്ഞുകൂടെ. നിങ്ങളത് ഡോളറിലേക്ക് ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം കുറച്ചും കൂടി നിങ്ങൾ ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഡോളറിലാക്കിയാൽ കുറച്ചും കൂടി എളുപ്പമാണ് ശരിക്കും പറയാം. നിങ്ങൾക്ക് അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിലൊരു ഫെമിലിയറായി വരും. അത് മാക്സിമം ഡോളറിലേക്ക് തന്നെ ഒന്ന് നോക്കാം. എന്നാലും $1.38 ഉണ്ടായ ഇന്നലെ കോയിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിയൊക്കെ മനസ്സിലാവും. അത് ബ്രേക്ക് ഔട്ടായ അടുത്തത് 1.7 1.82 റേഞ്ചാണ്. കറക്റ്റ് ബ്രേക്ക് ഔട്ടായി ആ റെസിസ്റ്റൻസായി ഡൗൺ ആയി. ഇനി പിന്നെന്താ, ഇനി അടുത്ത റെസിസ്റ്റൻസിലേക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 1.38 ബ്രേക്ക് ചെയ്ത് ഇനി പേടിക്കാനുള്ള ഇനിയിപ്പോൾ നേരെ പോക്ക് എന്താ 1.6 1 ആ റേഞ്ചിലായിരിക്കും. അന്നേരം നമ്മൾ ബൈ ചെയ്യുമ്പോൾ 1.6 ഒരു കൂടിയ റേഞ്ചിലേക്ക് ബൈ ചെയ്യും. അന്നേരം കുറയുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫുള്ള് കുറയും. ഇല്ല, നേരെ സപ്പോർട്ടിലേക്ക് കുറയും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷനായ ആവണ്ട, പാനിക് ആവുകയേ വേണ്ട. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് നമ്മളൊരു റേറ്റ് കൂടുമ്പോൾ രണ്ടാമത് കുറയുകയാണ്. നല്ല റേറ്റ് കൂടി ഒറ്റ കുറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. അത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കുറയുന്നത് എന്ന രീതിയിൽ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ലിങ്ക് വഴി കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം ആൾക്കാരായും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ നമുക്കെന്തോ ഹ്യൂജ് പ്രോഫിറ്റ് എന്നും നമുക്കെന്തോ ഓർക്കെന്തോ വലിയ നഷ്ടം സംഭവിക്കും എന്നൊക്കെയാണ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. ഇന്നലെ ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഞാൻ ലിങ്ക് വഴി കയറാം, എൻ്റെ പ്രോഫിറ്റിന് എന്തെങ്കിലും ലോസ് വരുമോ എന്നൊക്കെ. ഈ ലിങ്ക് വഴി കയറുക എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒരാളെ ലിങ്ക് വഴി കയറണം. നിങ്ങൾ പുതുതായ ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ ലിങ്ക് വഴി കയറി. കാരണം എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ 2 രൂപ വാസറക്സിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ വാസറക്സ് 2 രൂപ നിങ്ങൾ ആരെ ലിങ്ക് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് ആ 2 രൂപ ഫുൾ ആർക്ക് കിട്ടില്ല, വാസറക്സിന് കിട്ടില്ല. നിങ്ങൾ നിൻ്റെ ചങ്ങായിരോ സുഹൃത്തിൻ്റെയോ ലിങ്ക് വഴി കയറിയാൽ അതിലൊരു 50% സ്മോൾ എമൗണ്ട് ആർക്ക് കൊടുക്കും. ആ ലിങ്ക് വഴി ആരെ റെഫറല്ല, ഒരു പ്രൊമോഷൻ ലെവലാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടമോ ഒരു ലാഭമോ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു സെറ്റപ്പ് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെയാണ് നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചതാണ് ആദ്യകാലങ്ങളിൽ ആഡ് ചെയ്യാൻ വേണ്ടിക്ക്. അതുതന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട്, മാക്സിമം മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൂടെ. പിന്നെ കുറേ ആൾക്കാർ ബിയറിഷ് മാർക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2000 ജൂണിലാകുമ്പോൾ ഒരു വലിയ തകർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് എത്തുമ്പോൾ ഒരു ഡൗൺ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ബട്ട് എനിക്ക് തോന്നുന്നു 2017 രീതിയിലേക്കുള്ള ആ ഒരു ക്രിപ്റ്റോ കാലഘട്ടം അല്ല ഇപ്പോൾ. സാംസങ്ങിൻ്റെ പുതിയ ഫോണിൽ വരെ ഇപ്പോൾ ക്രിപ്റ്റോ വാലറ്റിൻ്റെ ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ബൈ ചെയ്യുന്നു, പിന്നെ ഒരുപാട് എക്സ്പാൻഡ് സംഭവിക്കുന്നു. ഈ ഏകദേശം 46 മില്യൺസോളം അമേരിക്കൻസ് മാത്രം ക്രിപ്റ്റോ ഫീൽഡിൽ ഉണ്ടെന്നുള്ള ന്യൂസ് വരുന്നത്. അങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ ആ പഴയ കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കി നോക്കിയാൽ എത്ര പുതിയ ആൾക്കാരെ ക്രിപ്റ്റോ ഫീൽഡിലുള്ളത്. അപ്പോൾ ആ പഴയ രീതിയിലേക്ക് പോകില്ലെങ്കിലും ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടായിട്ട് അത്രയും എക്സ്ട്രീം ലെവലിൽ നമ്മൾ ഈ പറയില്ല സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയില്ല, ആ ലെവലിൽ എത്തിയിട്ട് വേണമെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും. ബട്ട് അത് സ്റ്റിൽ ജൂണിലാണോ ജൂലൈയിലാണോ പല അനലൈസേഴ്സും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് അന്നെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഞാൻ ഇന്നേ വീട് വിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഒരു അതൊക്കെ നെഗറ്റീവ് ന്യൂസൊക്കെ മാറ്റുക. കുറേ ആൾക്കാർ ഇന്ത്യൻ്റെ ബാന് കാര്യങ്ങൾക്ക് വന്നാൽ തന്നെ നമുക്ക് ടൈമുണ്ട്, നമുക്ക് വേറെ ഓപ്ഷൻ നോക്കാം. ഈ ക്രിപ്റ്റോ ഫീൽഡ് നമുക്ക് സജീവമായിട്ട് ഉണ്ടാവാം. ഇതൊക്കെ ഒരിക്കലും ഫ്യൂച്ചറാണ്, അതങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒഴിവാക്കി ഇന്ത്യൻ ഗവൺമെൻറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കോവിഡിലെല്ലാം നോക്കുന്നതുകൊണ്ട് ഇനി ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുമെന്നും പറയാൻ കഴിയില്ല. ഒരു സൂഷി കോയിനെ കുറിച്ച് പലരും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറയണം സൂഷി കോയിനെ കുറിച്ച്. ഇന്നലെ നമ്മൾ സ്റ്റോറി ഇട്ടായിരുന്നു. സൂഷി ഒരു $22 വരെ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, കൂടാം. 18 അതായത് ഏകദേശം ഒരു 18.5ലും ഒരു 21 22 വരെ അതിന് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഈ സൂഷീൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൂഷി എന്ന് പറഞ്ഞാൽ യൂണിസ്വാപ്പിൻ്റെ ഹാർഡ് ഫോർക്കാണ്. അന്നേരം യൂണിസ്വാപ്പിൻ്റെ ഈ യൂണിസ്വാപ്പിൻ്റെ ലെയർ 3 വരുന്നു. ഒരുപാട് ബുള്ളിഷ് ന്യൂസുകൾ യൂണിസ്വാപ്പിനുണ്ട്. അന്നേരം ഒട്ടാതെ അതിൻ്റെ വാലെന്ന നിലയിൽ അതിന് ഒരുപാട് ബുള്ളിഷ് ന്യൂസ് ഉണ്ട്.
മാത്രമല്ല അതിൻ്റെ മാപ്പ് അനലൈസ് ചെയ്തപ്പോൾ ഡൗൺവേർഡ് ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു അപ്വേർഡ് കാണുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ EMA ചെക്ക് ചെയ്യുമ്പോൾ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 15 ഡേയ്സ് EMA ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുണ്ട്. ടോട്ടലി സൂഷിയിൽ ഒരു ബുള്ളിഷ് കാണുന്നുണ്ട്. ഒരു 21 to 20 ഇപ്പോൾ ഉള്ളവർ ഒരു ആ റേഞ്ചിൽ ഒരു സെല്ലിംഗ് പോയിന്റ് ഇട്ട ബെസ്റ്റ് ആയിരിക്കും. 18.5 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാലും അടുത്തൊരു $21 ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വാസറക്സിൽ ജസ്റ്റ് USDT നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ സൂഷി നമ്മൾ ഇന്നലെ തന്നെ മെൻഷൻ ആക്കിയിട്ടുണ്ട്, ഒരുപാട് മുമ്പേ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഓരോ സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇത്തീരത്തിൻ്റെ കാര്യം കുറേ ആൾ ചോദിക്കുന്നുണ്ട്. ഇത്തീരയൊക്കെ നല്ല ഒരു ബുള്ളിഷ് കാണുന്നുണ്ട്. ഒരുപാട് ഇത്തീര ഇനിയും ഒരുപാട് ഗെയിൻ ചെയ്യാനുണ്ട്. ട്രോണിന് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കാണുന്നുണ്ട്. സില്ല് വിന്നെല്ലാം ടെൻഷൻ വേണ്ട, ഓക്കെ ആവും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ.